ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സേമിയ കൊണ്ട് ഒരു ഡെസേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ കുറച്ച് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്, 3 കപ്പ് പാലുണ്ട്, പിന്നെ ഒരു 1/4 കപ്പ് പാലൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് എന്താണെന്ന് വഴിയെ പറഞ്ഞു തരാം. ഒരു 3 സ്പൂണ് കോൺഫ്ലവർ ഉണ്ട്, കുറച്ച് കാഷ്യൂനട്ടും ബദാമും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 75 ഗ്രാം ബട്ടർ ഉണ്ട്, പിന്നെ 6 സ്പൂൺ പഞ്ചസാര, 3 ഡ്രോപ്പ് വാനില എസൻസ്. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോവാം. ഇതിനായി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് കത്തിക്കും. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് ബട്ടർ ആഡ് ചെയ്യാം. തീ ഒന്ന് സിമ്മിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സേമിയ ഇടാവുന്നു. സേമിയ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. സേമിയ നന്നായിട്ട് വറുത്ത് വന്നാൽ അതിൽ കൂടെ തന്നെ എടുത്തു വെച്ചേക്കുന്ന ആൽമണ്ടും കാഷ്യൂനട്ടും ഇടാവുന്നതാണ്. സേമിയ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആൽമണ്ടും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. അതുകൂടെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് വറുത്തെടുത്താൽ ഈ പാനിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സേമിയ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാറായിട്ടുണ്ട്. സേമിയ മൂത്തിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാൽ കപ്പ് പാല് മാറ്റി വെച്ചിരുന്നതിലേക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. പാനൊന്ന് കത്തിച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന 6 സ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യാം. പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് ഉരുക്കിയെടുക്കാം.
ഇതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഉരുകി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 3 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്യുമ്പോഴേക്കും ഇതൊന്ന് ചെറുതായിട്ട് കട്ടി പിടിക്കും. അത് കുഴപ്പമില്ല, നന്നായിട്ട് ഉരുകി വന്നോളും. ഇത് ഉരുകി ഇതുമായിട്ട് ചേർന്ന് വന്നോളും. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു 3 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർക്കാം. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പാലിനൊപ്പം ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺഫ്ലവർ ആഡ് ചെയ്യാം. കോൺഫ്ലവർ ആഡ് ചെയ്തതിനു ശേഷം കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെയും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ഒഴിച്ച് പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ട്രേയിലേക്ക് ഈ സേമിയ ഒരു ലെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കോൺഫ്ലവറും പാലും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ലെയർ പാലിൻ്റെ മിക്സ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് അടുത്ത ഒരു ലെയർ കൂടെ സേമിയയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, താഴത്ത് തന്നെ വെച്ചാൽ മതി. 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഇനി 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് എന്തായെന്നൊന്ന് തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം.
വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള വെർമസലി കൊണ്ടുള്ള ഒരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണം.